യുഎയിൽ ഒരാൾ സോഷ്യൽ മീഡിയ വഴി കോമന്റ് ഇട്ടതിന് അയാൾക്ക് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വന്നത് 70,000 ദിർഹമാണ്. അല്ലൈൻ കോടതിയാണ് ഇയാൾക്കെതിരെ ഈ ഒരു ശിക്ഷ വിധിച്ചത്. യുഎയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ചാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയ വഴി കമന്റ് ഇടുന്നത്. സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം വിട്ട ഈ ഒരു കമന്റ് ഈ ബിസിനസ് സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അതായത് ഇദ്ദേഹം നെഗറ്റീവ് കമന്റ് ആണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. ശേഷം ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസിന്റെ ഉടമ, അതായത് ഈ തൊഴിലുടമ, ഈ ഒരു കമന്റ് ഇട്ട ആൾക്കെതിരെ അലൈൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുണ്ടായത്. ഈ ബിസിനസ് ഉടമ മുന്നോട്ട് വെച്ച വാദങ്ങൾ ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അലൈൻ കോടതി ഇദ്ദേഹത്തിനെതിരെ അനുകൂല വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ശേഷം 70,000 ദിർഹമാണ് നഷ്ടപരിഹാരമായി നൽകാൻ അലൈൻ കോടതിയുടെ ഭാഗത്തു നിന്നും വിധി ഉണ്ടായത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വശങ്ങളുണ്ട്. പല സമയത്തും നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകളാണല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ റൂമിന്റെ ഉള്ളിൽ നിന്നും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇടുന്ന കമന്റുകളെല്ലാം സത്യം പറഞ്ഞാൽ ഇത് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സമൂഹത്തിനെയും വരെ വലിയ രീതിയിലൊക്കെ ബാധിച്ചേക്കാം. അപ്പോൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയിട്ടുള്ള പ്രതികരണങ്ങളാണ് ഏറ്റവും ഉത്തമം എന്നാണ് ഇതിൽ പ്രത്യേകം പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മളിവിടെ യുഎയിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ, വല്ല കേസ് കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഫൈനും ജയിൽ ശിക്ഷ പോലത്തെ നിയമ നടപടികൾ നേരിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.